ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. ആശാ വർക്കറുടെ കരുതലിൽ ഒറ്റപ്പാലത്ത് തമിഴ് യുവതിക്ക് വീട്ടിൽ തന്നെ സുഖപ്രസവം. ഈറോഡ് സ്വദേശിയായ 30-കാരി ഭുവനേശ്വരിയാണ് പള്ളത്തെ വാടക വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. വിവരമറിഞ്ഞ 54-കാരിയായ ആശാ വർക്കർ നന്ദകുമാരിയാണ് യുവതിക്ക് രക്ഷകയായി ഓടിയെത്തിയത്. അമ്മയും കുഞ്ഞും താലൂക്ക് ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് പുറകുവശത്തുള്ള പള്ളം പ്രദേശത്തെ വാടക വീട്ടിലായിരുന്നു ബുധനാഴ്ച രാവിലെ 10:30 അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഈറോഡ് സ്വദേശിനിയായ 30-കാരി ഭുവനേശ്വരിക്ക് പ്രസവവേദന ശക്തമായതോടെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സമയം ലഭിച്ചില്ല. വിവരമറിഞ്ഞ് ആശാ വർക്കറായ 54-കാരി നന്ദകുമാരി സ്ഥലത്തെത്തുമ്പോൾ ആദ്യം അല്പം പരിഭ്രമമുണ്ടായെങ്കിലും നിമിഷങ്ങൾക്കകം ആത്മവിശ്വാസം വീണ്ടെടുത്തു. അതിനിടെ അയൽവാസികളെയും തോട്ടക്കര സബ് സെന്ററിലെ JPHN രാജിയെയും വിവരമറിയിച്ച് ഉടൻ എത്താൻ ആവശ്യപ്പെട്ടു. സഹായം എത്തും മുൻപേ തന്നെ നന്ദകുമാരിയുടെ സമയോചിത ഇടപെടലിൽ കുഞ്ഞ് സുരക്ഷിതമായി ജനിച്ചു. പിന്നാലെ സ്ഥലത്തെത്തിയ JPHN രാജി അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം ഏർപ്പെടുത്തി. വാർഡ് മെമ്പർ സജീഷ് കൃഷ്ണന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ആംബുലൻസിൽ ഇരുവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഒറ്റപ്പാലത്ത് താമസിക്കുന്ന ഈറോഡ് സ്വദേശികളായ ദമ്പതികളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത നിമിഷമായിരുന്നു ഇത്. പ്രസവത്തിന് 2 ആഴ്ച മുമ്പ് നാട്ടിലേക്ക് പോയിരുന്ന ഭുവനേശ്വരി ആരെയും അറിയിക്കാതെ ട്രെയിനിൽ ഒറ്റയ്ക്ക് ഒറ്റപ്പാലത്തെത്തി. വീട്ടിലെത്തി മണിക്കൂറുകൾക്കകം പ്രസവവേദന ആരംഭിക്കുകയും ആശാ വർക്കറുടെ കരുതലിൽ സുരക്ഷിതമായ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അമ്മയും കുഞ്ഞും നിലവിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സുഖമായിരിക്കുകയാണ്. നന്ദകുമാരിയുടെ ധൈര്യവും സേവന സന്നദ്ധതയും നാട്ടുകാരുടെ പ്രശംസ ഏറ്റുവാങ്ങുകയാണ്. വേഗം നമുക്ക് ഡ്രസ്സ് മാറ്റി നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ചേച്ചി, എനിക്ക് എൻ്റെ മുടിയില്ലേ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുക പറഞ്ഞു. അയ്യോ, അങ്ങനെ നിന്നാൽ പറ്റില്ല, പിന്നെ എന്നാൽ കിടക്ക്, നീളത്തിൽ കിടക്ക് പറഞ്ഞിട്ട് കിടത്തി. അപ്പോഴേക്കും സംഭവം ഡെലിവറിയുടെ ഇത് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു ഡെലിവറി. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. തൊട്ട തന്നെ നമ്മുടെ ഒരു ഓട്ടോ ചാർട്ടിൻ്റെ ഭാര്യയാണ്, മുജീബിൻ്റെ ഭാര്യയാണ്, ജുനിയാണ്. പിന്നെ ഒരു ലൈല പറഞ്ഞ അവരും ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ജുനി എൻ്റെ ഒപ്പം. ന്യൂസ് ഡെസ്ക് CCV.